ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സത്യം പറഞ്ഞാൽ നിങ്ങളോടുള്ള ഒരു ഇൻട്രാക്ഷൻ, നിങ്ങളോടൊന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് ഒത്തിരി ദിവസം ആയതുപോലൊരു ഫീല്, അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്കുണ്ടോ? സത്യസന്ധമായിട്ട് റിപ്ലൈ തരണം. ഒരുപാട് നാളായി നടക്കുന്നത്, ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് വളരെ വ്യക്തവും സ്പഷ്ടവും തെളിവ് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടവർക്കറിയാം. കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയുടെ മുമ്പത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ കറക്റ്റായിട്ടുള്ള റീസൺ അറിയാൻ പറ്റും. അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് അതിൻ്റെ പുതിയ സവിശേഷത, വിശേഷം എനിക്കുള്ളത്. വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോഴും പറയാൻ എനിക്ക് വയ്യ. അപ്പോൾ ഇതെന്തായാലും ഇത് കാണുമ്പോൾ അല്ല മഴത്തുള്ളി കിലുക്കത്തിനകത്ത് ദിലീപേട്ടൻ കൈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാം. എൻ്റെ ഒരുപാട് പേര് ഫേസ്ബുക്കിലും യൂട്യൂബിലും മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വിളിച്ചും ചോദിച്ച് എങ്ങനെ ഉണ്ട് കൈക്കെന്ന്. ഇപ്പം ഇച്ചിരി വേദന കുറവുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ ഈ തയ്യലുള്ളത് കൊണ്ട് നമ്മുടെ വിരൽ അനങ്ങുന്ന സമയത്ത് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുത്തി കയറുന്ന കണക്കത്തുള്ളൊരു വേദന ഉണ്ട്. എന്നാലും ഇന്നത്രയായി, വെള്ളി ശനി ഞായർ തിങ്കൾ, ഇന്ന് 4 ആയി. 10 ദിവസം കഴിഞ്ഞാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക് ഉണ്ട്, അല്ല മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ വിശേഷം. എന്നെ അറിയാത്തവരുടെ അടുത്ത് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഇത്ര ദിവസം കാണാത്തതിൻ്റെ ഒരു റീസൺ. പിന്നെ ചിലർ കുറേ പേര് കമൻറ്റ് ഇട്ടിരിക്കുന്നത് രേണുസുതി പുറത്ത് വന്നതുകൊണ്ട് എനിക്ക് കണ്ടന്റ് ഇല്ല, അതിൻ്റെ ക്ഷാമം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തതെന്നാണ് കുറേ പേര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എനിക്കിപ്പോൾ ഒരാളുടെ പൊത്താനോ അതങ്ങനല്ല ചേട്ടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുറമേ നടക്കാനോ സമയവും ഇല്ല, താല്പര്യവും ഇല്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഞാൻ ഒരു കള്ളത്തരവോ ഒളിച്ചു വെപ്പോ ഒന്നുമില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് ഇത് ഒളിച്ചു വയ്ക്കാമായിരുന്നു, സുഖമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നിട്ടും ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടത് ഒരു അശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോൾ ശത്രുക്കളൊക്കെ പറയും ഞാൻ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറയും വേണോടി ഇതിനൊക്കെ തന്നതാ, മറ്റേത് ചെയ്തുകൊണ്ട് തന്നതായും എന്ന് പറയുമെന്ന് അറിയാനിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ മനസ്സെന്താണ് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ രേണുസുതി ബിഗ് ബോസിലേക്കുള്ള ഒരു റീ എൻട്രിയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് വ്ളോഗർമാർ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. കാരണം അവൾ പോകുന്നതായിട്ടുള്ള വീഡിയോ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. കണ്ടല്ലോ, ഇത് രേണുസുതി ആദ്യം ബിഗ് ബോസിൽ പോയ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് അന്നേരം അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അവൾ പിന്നെ പുറത്ത് വന്നതിന് ശേഷമാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ, ടെലികാസ്റ്റ് ചെയ്യുന്നത് തന്നെ. ആ വീഡിയോ എടുത്തിട്ടാണ് റീ എൻട്രി എന്ന് പറഞ്ഞുള്ള ആലക്കക്കം. പിന്നെ ഈ റീ എൻട്രിയെക്കുറിച്ച് ഇപ്പോൾ പുതുതായിട്ട് രേണുസുതി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. റീ എൻട്രിയെക്കുറിച്ച് രേണുവിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നിട്ട് ബാക്കി കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസിലോട്ട് ഞാൻ കിടക്കാം. ഓക്കെ, കിട്ടിയാൽ റീ എൻട്രിക്കുള്ള ഒരു ചാൻസ് കിട്ടിയാൽ പോവോ? അങ്ങനെ കിട്ടുമോ എനിക്കറിയാം. നമ്മുടെ നെവിൻ തിരിച്ചു വന്നത് പോലൊരു ചാൻസ് കിട്ടിയാൽ അങ്ങനെ ഏതായാലും വീട്ടിൽ വന്നല്ലോ. ഇപ്പൊ നെവിൻ അതിലെ വീട്ടിൽ വന്നല്ലോ, കറങ്ങി തിരിച്ച്. ഇനി ഒരു കോൾ വരികയാണെങ്കിൽ, നമുക്കൊരു തിരിച്ച് റീ എൻട്രിക്ക് ഒരു കോൾ വരികയാണെങ്കിൽ, തിരിച്ചു പോകൂ ഒന്ന് പോകൂ ഓമലാളേ സബലം. എന്തിനാ വീട്ടിൽ പോണം, വീട്ടിൽ ഉറക്കി വഴി കാണിക്കൂടെ, എന്തിനാ വെറുതെ. ഇത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഇനി എന്താണെന്ന് വെച്ചാൽ റീ എൻട്രിയെക്കുറിച്ച് രേണു മുന്നോട്ട് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞ മറുപടി ഉണ്ടല്ലേ, അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ റീ എൻട്രിക്ക് വേണ്ടി ബിഗ് ബോസിലേക്ക് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. പുറത്ത് പോയവരിൽ നിന്നും തിരിച്ചെടുക്കാൻ 99% സാധ്യത കൂടുതൽ രേണുസുതിക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോൾ വരെയുള്ള അറിവ്. പുറത്ത് പോയവരിൽ നിന്നും ആരെങ്കിലും അകത്ത് കയറ്റുമെങ്കിൽ അത് 99% ഉറപ്പ് രേണുസുതിക്ക് തന്നെയാണ്. ആ ഒരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളോട് പറയുന്നു. പിന്നല്ല, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കളികളാണ്. നമുക്ക് പിന്നെ അവിടെ ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് ഒരു ഗ്രൂപ്പായിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇനി രേണുസുതി ബിഗ് ബോസിൽ കയറുവാണെങ്കിൽ ഒന്ന് തകർക്കും. അവളുടെ ഫ്രസ്ട്രേഷനും ഡ്രോമയും എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം കുട്ടികളെ കണ്ട് വീടുമായിട്ട് സഹകരിച്ച് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പുറത്തുള്ള ഇത്രയും സപ്പോർട്ടും രേണുസുതി അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവൾ ബിഗ് ബോസിൽ കയറുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.
കുറേ പേര് ഇതിനെ മെൻഷൻ ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എലിമിനേഷനിൽ ഔട്ടായി പോയാൽ നാണക്കേട് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് അവൾ വാക്കൗട്ട് ചെയ്ത് പുറത്ത് വന്നതെന്നാണ് കുറേ പേര് പറയുന്നത്. കാരണം എലിമിനേഷൻ ഒരു വോട്ട് കുറഞ്ഞ് പുറത്ത് വരുമോ, അങ്ങനെ വന്നാൽ നാണക്കേടല്ലേ എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ വാക്കൗട്ട് ചെയ്ത് നടത്തിയതെന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം പുറത്ത് രേണുവിനുള്ള സപ്പോർട്ടും വോട്ടിങ്ങും. ഈ സത്യം കണ്ടാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അതെന്താണ് റീസൺ നമുക്കറിയത്തില്ല എൻ്റെ പൊന്നേ. പിന്നെ വോട്ട് കൊടുത്ത് നിർത്തിയ പ്രേക്ഷകരെ വിഡ്ഢികളാക്കി അവർക്കൊരു വിലയില്ലാതെ ചെയ്ത് എന്നിട്ട് വാക്കൗട്ട് ചെയ്തെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്ക്. അല്ലേന്ന് തന്നെ എനിക്ക് സൂചന കിട്ടിയായിരുന്നു ഞാൻ പോകുന്നു. ബിഗ് ബോസ് എന്നല്ല, മൈൻഡ് സെറ്റ്. ഇങ്ങനെ കിടക്കുമ്പോഴത്തേന് ആദ്യം ഓടി വന്നിട്ട് അവിടെ സൗണ്ടാണ് കേൾക്കുന്നത്. രേണു ചേച്ചി സുധിച്ചേട്ടൻ ഷോറൂമിൽ നിൽക്കുന്നു. സുധിച്ചേട്ടൻ പറയാം തിരിച്ചു വിളിക്കുന്നു, ചേച്ചീനെ തിരിച്ചു വിളിക്കുന്നത്. കുഞ്ഞിന് ഭയങ്കര മനോവിഷമാണ് ഇതപ്പന് കേട്ടോ. അവൻ ഉള്ളിൽ ഒതുക്കി അടച്ചിരിച്ച് ഉള്ളിൽ അവന് അമ്മേനെ കാണണം, നിന്നെ കാണണമെന്നുണ്ട് മോനെ. പിന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകണം, എന്റെ മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഋതപ്പനെയും കിച്ചുവിനെ ആയിരിക്കും അല്ലേ. ചേട്ടന്റെ മരണശേഷം അച്ഛൻ ഇനി തിരിച്ചു വരില്ല. അപ്പൊ ടി വി മാത്രം, കാരണം ഫോൺ വിളിക്കുന്നില്ല അച്ഛൻ. എന്റെ വിചാരം ഇനിയിപ്പൊ ഞാനും ബിഗ് ബോസ് നമുക്ക് ടി വി മാത്രമല്ല, അപ്പൊ കാണുമ്പോ കുഞ്ഞിന്റെ വിചാരം ഫോൺ വിളിക്കുന്നില്ല അമ്മ. അപ്പൊ ആരോടാ ഇവൻ ചോദിക്കേണ്ടത്? അപ്പൊ ഇവന്റെ വിചാരം ഇനി മരിച്ചു പോയാലോ, അതെന്റെ ഒരു വലിയൊരു പേടിയാണ്. അതൊക്കെ തലട്ടിട്ട് എനിക്ക് ഒരുമാതിരി. ഇതൊക്കെ കേട്ടാലും ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പറയും ഇത് ഡ്രാമയാണെന്ന്. എങ്കിൽ ഞാൻ ഉറപ്പിച്ചും പറയുന്നു, മക്കളുള്ള തള്ളമാർ, മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു തള്ളമാരും ഇത് ഡ്രാമയാണെന്ന് പറയില്ല. അവൾ ആ പറഞ്ഞത് നല്ല ഉള്ളിൽ തട്ടി നല്ല ആത്മാർത്ഥതയുള്ള വാക്കുകൾ തന്നെയാണ്. അപ്പം ചിലർ ചൊറിയൻ ചോദ്യമായിട്ട് വരും. അപ്പം ബിബിന്ന് ഇറങ്ങിയതിന് ശേഷം രേണു വേറെ അഭിനയിക്കാനൊന്നും പോകാതെ കുഞ്ഞുങ്ങളെ കൂടെ തന്നെയാണോ നിൽക്കുന്നതെന്ന്. അതെ, വന്ന ഒരാഴ്ച അവൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയതും അവളുടെ പ്രോഗ്രാമിലേക്ക് അവൾ പോകാൻ തുടങ്ങിയതും. അങ്ങനെ പോകാതിരുന്നാൽ ഈ പറയുന്ന ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് ചിലവിന് കൊടുക്കുമോ? അത് തന്നെയാണ് ചോദിക്കുന്നത്. നമ്മൾ ഒരാളെ രക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അവരെ ശിക്ഷിക്കാനും അവർക്ക് അർഹതയുള്ളൂ. ചുമ്മാ അങ്ങ് ശിക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? അവർക്കും ജീവിക്കണ്ടേ? അപ്പോൾ അവൾ തിരഞ്ഞെടുത്ത മാർഗം ഈ അഭിനയം തന്നെയാണ്. അവൾക്ക് കിട്ടുന്ന ചാൻസുകൾ അവൾ പോയി ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ അങ്ങനെ പോകുമ്പം അവർക്ക് മിസ് ചെയ്യത്തില്ല കുട്ടികളെയും ചോദിക്കും. മിസ് ചെയ്യില്ല. കാരണം അവൾക്ക് ഡെയിലി കുഞ്ഞുങ്ങളെ കോൾ ചെയ്യാം, ഫോൺ വിളിച്ച് സംസാരിക്കാം, വീഡിയോ കോൾ വിളിച്ച് കാണാം. അതേപോലെയാണോ ബിഗ് ബോസ്? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരുവിധ പുറത്തോട്ടുള്ള യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അതിനകത്ത് ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഓരോരുത്തരും വ്യക്തികളും ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാ പറയുന്നത് അവിടെ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് തന്നെ. മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്, കൂട്ടത്തോടുള്ള ഗെയിം അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നാട്ടിൽ നിന്ന് ഷോർട്ട് ഫിലിമോ അതിനോ ഇതിനോ ഒക്കെ പോകുന്ന സമയത്തും കൂടി പോയി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, ഈ 3 ദിവസം അടുപ്പിച്ച് കുഞ്ഞുങ്ങളെ ഫോണിൽ വിളിക്കാം, വീഡിയോ കോൾ വിളിച്ച് കാണാം, 3-4 അത് നേരിട്ട് വന്ന് കാണുകയും ചെയ്യാം. അതുപോലായിരുന്നു ഈ ഒരു 35 ദിവസവും അതിനകത്ത് ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്നേഹമുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചോദിക്കും വേറെ ആൾക്കാർ അതിനകത്ത് വരുന്നില്ലേ പോകുന്നില്ലേ എന്നൊക്കെ. ഈ വ്യക്തി, ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം നെഗറ്റീവും ഭയങ്കരമായിട്ട് അപമാനവും സഹിച്ചിട്ടാണ് ആ ഒരു വ്യക്തി ബിഗ് ബോസിനകത്തോട്ട് ചെന്ന് കയറുന്നത്. ആണോ? അപ്പോൾ അവർക്ക് പറഞ്ഞില്ലേ, ആ സുധിച്ചേട്ടൻ മരിച്ചു പോയ സമയത്ത് നമ്മൾ ഭർത്താവ് മരിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? ആ ഫീലിംഗ് അപ്പോൾ അവിടെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നുണ്ടായ കുറേ മാനസിക പ്രശ്നങ്ങളാണ് അവൾ ക്വിറ്റ് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ പിന്നെ സുധിച്ചേട്ടൻ മരിച്ചു പോയെങ്കിലും ആ കുഞ്ഞുങ്ങൾ സുധിച്ചേട്ടൻ ടി വിയിൽ കണ്ടോണ്ടിരിക്കുക. പക്ഷെ ഫോൺ കോളില്ല, വിളിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ടി വി കാണുന്നുണ്ട്. അതുപോലെ തന്നെ 35 ദിവസമായിട്ട് അമ്മയെ ഡെയിലി ടി വി കാണുന്നുണ്ട്. പക്ഷെ അമ്മ വിളിക്കുന്നില്ല. അപ്പോൾ ആ മനസ്സിലായിട്ട് കുഞ്ഞു വിചാരിക്കുക അച്ഛൻ മരിച്ച കണക്ക് അമ്മയെ മരിച്ചോ? ആ ഒരൊറ്റ വാക്ക് മതിയുടെ ആ തള്ളമാർക്ക് ആ ഫീലിങ്സ് മനസ്സിലാവാൻ. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അയ്യോ ഞാൻ മരിച്ചോ എന്ന് എൻ്റെ കുഞ്ഞ് ചിന്തിക്കുമോ എന്നുള്ളൊരു ആ വെപ്രാളം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, സ്വയം അനുഭവിക്കണം. അതായത് മക്കളുടെ ആത്മാർത്ഥതയുള്ള, അല്ലെങ്കിൽ തന്നെ ആ ഒരു ഇച്ചിരെങ്കിലും മനസ്സിന് ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. അവൾ ആ പറഞ്ഞത് ഒരു കളവുമല്ല. അച്ഛൻ മരിച്ചുപോയി, അച്ഛനെ പക്ഷേ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ അച്ഛൻ ഫോൺ വിളിക്കുന്നില്ല, അച്ഛൻ്റെ വേറൊരു വിവരമില്ല. അതേപോലെ തന്നെ അമ്മ ഡെയിലി കൂടെ ഉണ്ടായിരുന്നു. ഷൂട്ടിന് പോകുമ്പോൾ അമ്മ ഡെയിലി വിളിക്കുന്നുണ്ടായിരുന്നു, 3-4 ദിവസം കഴിയുമ്പോൾ വന്ന് കാണുന്നുണ്ടായിരുന്നു, ഒക്കെ ചെയ്തു. ഇപ്പോൾ പോയിട്ട് 10-35 ദിവസമായിട്ട് അമ്മ ഡെയിലി ടി വി കാണുന്നു, പക്ഷെ അമ്മ വിളിക്കുന്നില്ല, അമ്മ നേരിട്ട് വരുന്നില്ല. അയ്യോ ഞാൻ മരിച്ചു പോയെന്ന് എൻ്റെ മക്കൾ വിചാരിച്ചോ എന്ന ആ ഒരു വെപ്രാളം. അതിനകത്ത് ഒരു ഡ്രാമയില്ല. അത് ആത്മാർത്ഥതയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അത് ചേച്ചി സ്വമേധി ഇറങ്ങി വന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അല്ലാത്ത വോട്ട് നോക്കി എവിക്ഷൻ ആണെങ്കിൽ ചേച്ചി ഒരിക്കലും പുറത്ത് വരില്ലായിരുന്നു. അത്രയ്ക്ക് വോട്ട് ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അതാ ഒരുപാട് ലാലേട്ടൻ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് രേണുവിന് നല്ല വോട്ടുണ്ട്, ഇപ്പോഴും എവിക്ഷനിൽ പോവേണ്ട ആളല്ല എന്നുള്ളത്. ആണല്ലേ? ഞാൻ പുറത്ത് നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. ആവട്ടെ.
എന്നെ എന്തായാലും ഒരാളെങ്കിലും മനസ്സിലാക്കി, 1% ആൾക്കാരെങ്കിലും മനസ്സിലാക്കില്ല അവൾ ക്രൂരയല്ല, നീ അവളെ പുറത്ത് നല്ല സപ്പോർട്ടിങ്ങും വോട്ടും ഉണ്ട് എന്നറിഞ്ഞപ്പോഴുള്ള സന്തോഷം കണ്ട അത് ഹൃദയത്തിൽ തട്ടി തന്നെ പറയുന്നതാണ്. ഇടേ ആത്മാർത്ഥതയുള്ളവർക്ക് മനസ്സിലാവും കള്ളവും ശരിയും തിരിച്ചറിയാൻ പറ്റും. ഇത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടിയുള്ള വാക്ക് തന്നെയാണ് രേണുസുധിയുടേത്. എന്നെ 1% ആൾക്കാരെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്ന് പറയുന്നത് അതിനകത്ത് 100% ആത്മാർത്ഥത തന്നെയുണ്ട്. ഈ ഓണത്തിന് രേണുസുധിയുടെ ഫാമിലി കൊല്ലത്ത് സുധിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് ചെന്ന് ഓണം ആഘോഷിച്ചെന്നൊക്കെ പറയുമ്പോൾ ആ സന്തോഷം കണ്ട അതൊന്നും അഭിനയമൊന്നുമല്ല. നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കണ്ടുപിടിക്കാനിരിക്കുന്നവർക്ക് അവളെ നെഗറ്റീവായിട്ട് തന്നെ ജീവിച്ച് മരിച്ച് മണ്ണടിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒന്ന് കണ്ടാലും രേണുസുധിൻ്റെ എത്ര നന്മ കണ്ടാലും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ കുറ്റമല്ല. അത് നിങ്ങളാരും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കൂലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നു. പറയൂല. നെവിൻ ഇറങ്ങിയിട്ട് കയറിയില്ലേ, അതെ, കാല് പിടിച്ചു. എനിക്ക് വേണേ അവിടെ നിന്ന് കാല് പിടിക്കാറുണ്ടല്ലോ. ആദ്യം ഓടി വന്നിട്ട് അവിടെ സൗണ്ടാണ് ഞങ്ങൾക്ക്. രേണു ചേച്ചി സുധിച്ചേട്ടൻ ഷോറൂമിൽ നിൽക്കുന്നു. സുധിച്ചേട്ടൻ പറയാം തിരിച്ചു വിളിക്കുന്ന ചേച്ചിനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. കുഞ്ഞിന് ഭയങ്കര മനോവിഷമമാണ് ഇതപ്പന് കേട്ടോ. അവൻ ഉള്ളിൽ ഒതുക്കി അടച്ചിരിച്ച് കഴിഞ്ഞ ഉള്ളിൽ അവന് അമ്മേനെ കാണണം, നിന്നെ കാണണമെന്നുണ്ട് മോനെ. പിന്നെ അതൊന്നും ഒന്നുമില്ല. ഞാൻ കണ്ടത് ബിഗ് ബോസിനകത്ത് താൻ പോയെന്നും ഇതൊരു മൈൻഡ് ഗെയിം പ്ലാറ്റ്ഫോം ആണെന്നും അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടും തനിക്ക് നല്ലതാണെന്നും വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ഫേമസ് ആവുന്ന കാര്യത്തിലായാലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്നും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസുധി. അത് എത്രത്തോളം അവിടെ നിൽക്കുന്നു അത്രത്തോളം സാമ്പത്തികവും തനിക്ക് കിട്ടും എന്നും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസുധി. എന്നിട്ടും അവൾ വാക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ മുമ്പ് പറഞ്ഞതുപോലെ ആ രേണുസുധി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടാ അത് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം എടുക്കുക. നെഞ്ചിനകത്ത് ഒരു വെപ്രാളം, ഒരു തീ കണക്കാ. നമ്മുടെ കൊച്ചുങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ സ്വപ്നത്തിൽ ആൾ ഒരു സുചേട്ടൻ വന്ന് പറയുന്നുണ്ട് ഈ വാവക്കൂട്ടം കിടന്ന് കുഞ്ഞു കിടന്ന് കരയുന്നു, നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. അത് ആരുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. അച്ചാച്ചനുണ്ട്, അമ്മാമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്, ശരിയാ. എന്നാലും അമ്മയെ പോലെ ആലാവോ? ഒരു പ്രാവശ്യമെങ്കിലും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും അമ്മയെ കാണുന്ന മക്കൾക്ക് അത് കാണാതിരിക്കുമ്പോഴുള്ള വിഷമം അതിന് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അപ്പം അതില്ല അച്ഛൻ്റെ പോലെ തന്നെ അമ്മയും മരിച്ചു എന്നുള്ളൊരു ചിന്ത ആ കുഞ്ഞിന് വന്നാലോ എന്നുള്ളൊരു പേടിച്ചിട്ടാണ് രേണുസുധി ഈ കാണിച്ച വിഭ്രാന്തി മൊത്തവും. കണക്ക് ആ ബിഗ് ബോസിൽ പോയി കിട്ടിയ അവസരം മുതലാക്കണം. അവിടെ നിന്ന് മൈൻഡ് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ നാടകം അഭിനയിച്ച് നിൽക്കാനോ ഒന്നും അറിയാത്തൊരു സാധാരണ വീട്ടമ്മ തന്നെയാണ് രേണുസുധി. അവളിൽ നല്ല ഹൃദയമുണ്ട്, നല്ലൊരു മനുഷ്യ സ്ത്രീ തന്നെയാണ് രേണുസുധി. പിന്നെ ലൈഫല്ലേ, നമ്മൾ ഭർത്താവോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുകൾ സാമ്പത്തികമായാലും ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ടാവും. ഭർത്താവ് കടം മേടിക്കുമ്പോൾ അത് അവധി പറയുന്നത് ഭാര്യമാർ തന്നെ. അത് 100ൽ 99.9% വീടുകളിൽ നടക്കുന്ന സംഗതി അത് തന്നെയാണ്. ഇനി ആരും അത്ര ഗമ കാണിച്ച് അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഭർത്താക്കന്മാർ കാശ് കടം മേടിക്കും, പക്ഷെ അതിനൊരു അവധി പറയുകയാണെങ്കിൽ ഭാര്യ തന്നെ മുന്നിൽ ചെന്ന് നിന്നേ പറ്റൂ. അത് തന്നെയാണ് ഈ ലോകം, അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാമ്പത്തികം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്നതാണ്. എന്തും അനുഭവിക്കാനുള്ള ഒരു മനസ്സ് അവൾക്കുണ്ടായി അവൾ ചെന്നെത്തിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നത്. ഈ പറഞ്ഞ കണക്ക് 1% ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഉള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ആ ഷോയെ കൊണ്ട് കഴിഞ്ഞെന്നുള്ളതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയും അവളെ ചെളിവാരി എറിയാനും അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നിങ്ങളുടെയൊക്കെ തീരുമാനമെങ്കിൽ, അതായത് ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുടെ ഒക്കെ തീരുമാനം അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. പക്ഷേ അതിന് മറുപടി ഒരിക്കലും രേണുസുധി തരില്ല. തരുന്നത് ആരായിരിക്കും? ദൈവം. അതും കൂടി വാങ്ങിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ പേര് പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്ത് പേര് പറയുന്നില്ല, എന്നാലും ലസി ചേച്ചി, മഞ്ജു ചേച്ചി, റുമ മാം, അതുപോലെ സജന ചേച്ചി, അവരൊക്കെ പേര് ഞാൻ എടുത്ത് പറഞ്ഞ എൻ്റെ കരീഷ്മ, റോസ്, എൻ്റെ ചേച്ചി രമ്യ ചേച്ചി, ഹസ്ബൻഡ് ചേട്ടാപ്പി, എൻ്റെ കസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവൻ്റെ ഏറ്റവും വലിയ കസിൻ. കേട്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സന്തോഷം അത് തന്നെയാണ്. അതുമാത്രമാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, രേണുസുധിയുടെ ഫ്രണ്ടായിട്ട് അവൾക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കുന്നു എന്ന് എന്നെ തോന്നിടത്തോളം കാലം രേണുസുധിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. അത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേ വേണ്ട. രേണുസുധി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഈ വ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്കറിയാവുന്ന സത്യങ്ങൾ വിളിച്ച് പറയണം തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി. ചാനൽ എനിക്കുണ്ടായിരുന്നു, അതിനകത്ത് ചെറിയ പാചകങ്ങളോ ഷോർട്സോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഞാനാണ്. ഇങ്ങനെ രേണുസുധിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ 24 മണിക്കൂറും രേണുവിൻ്റെ കൂടെ നടന്നാലേ, കൂടെ കിടന്നാലേ, കൂടെ കഴിച്ചാലേ ഒരു ഫ്രണ്ടാവൂ എന്നൊന്നുമില്ല. അത് ആരാണ് പറഞ്ഞ വിഡ്ഢിത്തരം? ഒരാപത്ത് ഘട്ടത്തിൽ അവർക്ക് സഹായം വേണമെന്ന് വാക്കാലായാലും പ്രവൃത്തിയാലായാലും ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നിടത്ത് എത്തുന്നവരാണ് ഫ്രണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കട്ട ഫ്രണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും കൂടെ നിൽക്കുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്.
പിന്നെ ഭയങ്കര അല്ല അവക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ. അതായത് മുണ്ടൂർ മത്സരിക്ക് രേണുസുതി വന്നിട്ട് കുജിനിയ എന്ന് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കൊച്ചി എയർപോർട്ടിൽ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് വീഴുക. അതിനുള്ളൊരു മറുപടി ഞാൻ അവൾക്ക് കൊടുത്തായിരുന്നു. എന്നിട്ടും സമാധാനിക്കുന്നില്ല. അവൾ വീണ്ടും ആ വീഡിയോ തന്നെ വീണ്ടും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ താഴെ ഞാൻ ചെന്ന് കമൻറ്റ് ഇടുന്നില്ല, അവൾ അപ്പോഴപ്പോഴൊക്കെ മുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവൾക്ക് കൂടെ വേണ്ടിയിട്ട് പറയാം, കൂടെ 27 മണിക്കൂർ നടക്കണമെന്നില്ല ഒരു ഫ്രണ്ടിന് കേട്ടോ. പിന്നെ രേണുസുതി വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് കാണാൻ പോകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച അവൾക്ക് ഹെൽത്തിന് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് റിലാക്സ്ഡ് ആയിട്ട് അവൾക്ക് മെഡിസിനും ഒക്കെ കഴിച്ച് റിലാക്സ് ആവട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പോകാൻ പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കേട്ടല്ലോ. അപ്പോൾ ഈ സംഭവം ഉണ്ടായ സമയത്ത് രേണുസുതി ഇൻ്റർവ്യൂ കൊടുക്കാനും ഷോകളിൽ പോകാനും തുടങ്ങി. അതായത് നാളെ 16-ാം തീയതി ഒരു ഷോ ഉണ്ട്. അതിൻ്റെ ബ്രോഷർ ഞാൻ ഇവിടെ കാണിക്കാം. സ്റ്റേജ് ഷോയാണ്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളുമായിട്ട് അവൾ എൻഗേജ്ഡായി. ഇനിയിപ്പോൾ 19-ാം തീയതി, അതായത് 19-ാം തീയതി വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ മീറ്റ് ചെയ്യുകയും ചെയ്യും, ലൈവിൽ വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും നാളും പ്രതീക്ഷിച്ച് കാത്തു ഇരുന്നവർക്ക് വേണ്ടി പറയുവാണ് 19-ാം തീയതി ഏത് സമയമാണെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ അതിന് മുന്നേ ഒരു ഹിന്റ് തരാം. രാവിലെ ഞാൻ അവളെ വീട്ടിൽ പോകും. പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈവ് വരുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ എനിക്കും വയ്യാഴികയായിപ്പോയി, രേണുസുതിയും ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത്. അല്ലാതെ ഫ്രണ്ടായിട്ട് എന്തോ കാണാഞ്ഞെന്നൊക്കെ ചോദിച്ച് കരയുന്നവർക്കുള്ള മറുപടിയാണിത്. എനിക്ക് ഭയങ്കര എനർജി എടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലഡ് പോയി എനിക്ക്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ഉച്ച സമയം കൂടെ ആയിരുന്നു. ഒരുപാട് ബ്ലഡ് പോയി. ആ സമയത്തെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് രക്തം വാർന്നു പോയി. ബോധം കെട്ട് കിടക്കുമായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ കണ്ടാൽ തന്നെ അറിയില്ല, വിളറി വെളുത്ത് ആകെപ്പാട്. ഇപ്പോൾ ഒരു ഇച്ചിരിയെങ്കിലും ഇതുണ്ടെന്ന് തോന്നുന്നു. അത് എനിക്കങ്ങ് ഭയങ്കര എനർജി എടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉടനെ നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും. നമ്മളെ കാത്തിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പറയുകയാണ്. നെഗറ്റീവ് പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത്, എനിക്കൊന്നും പ്രതികരിക്കണം, മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നത് ഞാൻ ഇനിയും ചെയ്യും. ഇനിയും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടല്ലോ, തോമ മഴത്തുള്ളി കിലുക്കത്തിലെ ദിലീപേട്ടൻ്റെ അവസ്ഥയാണിത്. 3-4 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു വെരി മച്ച്.